ഗുഡ് മോർണിംഗ് ടു എ ന്യൂ വ്ളോഗ്. വെൽക്കം ബാക്ക് ആയിരുന്നു. ഗുഡ് മോർണിംഗും വെൽക്കം ബാക്കും എല്ലാം കൂടെ മിക്സായിപ്പോയി. അതുപോട്ടെ. അപ്പോൾ നമ്മുടെ കട്ടിങ്ങിനാണെങ്കിലും ബൾക്കിങ്ങിനാണെങ്കിലും നമ്മളെപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ദാണ്ട ഇത്. അപ്പോൾ ഇതിനാദ്യം ബാറ്ററി ഇടണം. കാരണം എയർപോർട്ടിൽ ഇതിൻ്റെ ബാറ്ററി ഇങ്ങനത്തെ ബാറ്ററി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഞാൻ കഴിച്ച് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതിന് ബാറ്ററി ഇടണം. ഇതിവിടെ പണ്ടേതോ റിമോട്ടിൽ കിടന്ന ബാറ്ററി, അതൊക്കെ പകുതി ചാർജേ ഉള്ളൂ. നമ്മൾ ഫിക്സ് ഒരു ഡയറ്റല്ല, അതായത് രാവിലെ ഇത് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നു, അങ്ങനെ ഇപ്പോൾ ഫിക്സ് ആയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ കട്ടിങ് ടൈമിലായിരിക്കും മോസ്റ്റ്ലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൾക്കിങ്ങിൻ്റെ ഒരു പീക്ക് പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി നമുക്ക് അവിടുത്തെ അത്രയും ബഡ്ജറ്റൊന്നുമില്ല. സോ ഇവിടെ എന്തൊക്കെ ഫുഡ് കിട്ടുന്നോ അതിനെല്ലാം വെച്ച് മാക്സിമം കവർ ചെയ്ത് പോകാനും നോക്കാൻ പോകും തൽക്കാലം. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ ആദ്യം ഇത് 3000 കാലറി ആക്കണം. ഇപ്പോൾ ഇത് 3500 അടുത്താണ് കിടക്കുന്നത്. തൽക്കാലം ഇത് 3000 കാലറി ആക്കിയിട്ട് 180 ഗ്രാംസ് ഓഫ് പ്രോട്ടീന് അല്ലെ 150 ആ റേഞ്ച്, പിന്നെ ഫാറ്റ്സ് മാക്സിമം ഒരു 80 ഗ്രാംസ്, മിച്ചമുള്ളതെല്ലാം കാർബ്, അങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് വീട്ടിൽ എന്തുണ്ടാക്കുന്നു അത് നമ്മൾ ട്രാക്ക് ചെയ്ത് പോകുന്നു. പക്ഷേ ഞാൻ സ്റ്റിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കും. അതായത് ഓട്സ്, മ്യൂസ്ലി, ബസ്മതി റൈസ്, പിന്നെ ഇടയ്ക്ക് ചിക്കൻ, മുട്ട, അങ്ങനെ സാധനമൊക്കെ മേടിച്ച് വെക്കും. പക്ഷേ എന്തൊക്കെ വീട്ടിലല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടോ അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിച്ച് അങ്ങ് പോകും. ജസ്റ്റ് 3000 കാലറി ഫില്ല് ചെയ്യുന്നു, നമുക്ക് വേണ്ട മാക്രോ ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്യുന്നു. അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ഫോക്കസ്. അപ്പം ആദ്യം പല്ല് തേച്ചിട്ട് നമുക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോകാം. ഇവിടെ വീട്ടിൽ നമ്മുടേതായ സാധനങ്ങളൊന്നും ഇരിപ്പില്ല. ഇവനും ഡയറ്റ് തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെയാണ് മെഷർ ചെയ്തേക്കുന്നത്. ഇവന് വേണ്ടി മെയിൻ കാർബായിട്ട് വന്നേക്കുന്നതെല്ലാം കപ്പ ഫുഡ് എന്നുള്ള രീതിയിൽ SEOയിൽ എടുത്തിട്ട്, പിന്നെ ബീഫാണ് ഫാറ്റ് സോഴ്സും പ്രോട്ടീൻ സോഴ്സും. എൻ്റെ കേസിൽ സെയിം ആയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഇഡ്ഡലി ഇട്ടു. പക്ഷേ ഇഡ്ഡലിയുടെ ഇത് എമൗണ്ട് ഓഫ് കാലറീസ് ആൻഡ് കാർബ്സ് ഫില്ലായി വരണമെങ്കിൽ ഒത്തിരി കഴിക്കണം. അതുകൊണ്ട് ഞാനൊരു എമൗണ്ട് എടുത്തിട്ട് ബാക്കി ഞാൻ കപ്പ വെച്ച് ഞാൻ കാർബ് ഫില്ല് ചെയ്തു. എന്നിട്ട് ഇതിലാണ് മിച്ചമുള്ള പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് സോഴ്സ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ഓപ്ഷനായിട്ട് പോകുന്നത്. നമ്മുടെ പ്രോട്ടീൻ സോഴ്സ് വാരിയല്ലേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിലേതോ ഒരു പീസ് നമ്മുടെ സെർലോയിൻ സ്റ്റേക്കിൻ്റെ ആ പീസായിരുന്നു കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് മാത്രം വെട്ടി മേടിക്കണം അടുത്ത പ്രാവശ്യം. ഇനി നമുക്ക് മറ്റേ വാച്ച് എന്ത് ചെയ്യണം? ഇതെനിക്ക് ലോസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ വാച്ച. പക്ഷേ അത്യാവശ്യം നല്ല വിലയുള്ള വാച്ച. സോളാറിൽ ഓടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാറ്ററിയും കൂടെ മാറിയിടണം. കുറേ കാലമായി ഇതും ഓടാതെ കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി മാറണം. ഏതാ നമ്മുടെ സ്ഥലം? ഇത് നമുക്ക് കൊത്തുപണി പേര് ദില്ലി അതൊക്കെയുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ, നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇവിടെ റിലയൻസിൽ വന്നാണ് നമ്മൾ സാധനം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പണ്ട് ഓട്സ് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 2 ഫ്രീ, അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ തൽക്കാലം മേടിക്കുന്നത് നമ്മുടെ മറ്റേ മ്യൂസ്ലി, പിന്നെ കോൺഫ്ലേക്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. ഇത്ര മതി. ഇനി നമുക്ക് ആ ഒരു സെക്ഷനിൽ പോയിട്ട് മധുരക്കിഴങ്ങ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്നും കൂടെ നോക്കാം. ഇല്ല, നമ്മൾ അപ്പുറത്തെ വഴി പോകും. ഇവിടെ നമുക്ക് ചിയാ സീഡൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ് ഇതൊക്കെ omega-3 ഫിഷ് മാത്രമല്ല, ഇതിൽ നിന്നും നല്ല സോഴ്സസ് ആണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന ഈ റോസ്റ്റഡ് സീഡുകൾ കണ്ടോ, ഇത് നല്ലതാണ്. ഈ മിക്സ് ആയിട്ടുള്ള റോസ്റ്റഡ് സീഡുകൾ, ഇതിനകത്ത് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇത് ഞാൻ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ, കാണാലോ അല്ലേ. അത് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നത്, എല്ലാം കൂടെ മിക്സഡ് സീഡ്സ് നല്ലതാണ്. അപ്പോൾ കുറച്ച് മിക്സഡ് സീഡ്സ് കിടക്കട്ടെ. ഇതിനൊക്കെ എന്നാ വില? നല്ല വിലയാണല്ലോ. ഇത് വേണ്ട, ഇത് പൊട്ടിയതാ, ഇത് മതി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു. ഇനി നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എക്സ്റ്റൻഷൻ കോഡ് മേടിച്ചു. സത്യം ഷവർമ കിട്ടിയില്ല. ഇല്ല, ഷവർമ മെഷർ ചെയ്ത് നമ്മൾ കഴിച്ചേനെ. എടാ ഒരു മിനിറ്റ്, ഞാൻ രാവിലെ എന്തൊക്കെയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടായിരുന്നല്ലോ. എടാ അതന്നെയാണ് അങ്ങനെ ഉണ്ടോ? എനിക്ക് അത് എന്നെ എന്നാ ശരിക്കും വീടാണോ അതോ ഹോട്ടൽ സെറ്റപ്പാണോ വീട് സെറ്റപ്പാണോ? അത് ശരി. ഇതിൽ ഏതാ ലാഭം എന്ന് വെച്ചാൽ നോക്കിയിട്. റിസൾട്ട് ഇന്ന് വേണം നമ്മുടെ പുതിയ ജിമ്മിന് പോയി രജിസ്റ്റർ ചെയ്യാൻ. ഇപ്പം നമ്മൾ നിൽക്കുന്ന കടയിൽ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് 3 ബാർബിക്യൂ. അപ്പോൾ അതിന് റൊമാലി റൊട്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രാക്ക് ചെയ്യാൻ എനിക്ക് നോക്കണം. കാരണം ഇന്നേ വരെ ഞാൻ റൊമാലി റൊട്ടി ട്രാക്ക് ചെയ്തിട്ടില്ല ആപ്ലിക്കേഷനിൽ. മറ്റേത് ചിക്കൻ ബ്രസ്റ്റ് കൂട്ട് എന്ന് പറഞ്ഞിട്ടിട്ട് ഒരു എസ്റ്റിമേറ്റഡ് വരുന്നത്
ഒരു ആവറേജ് ഒരു ചിക്കൻ ബ്രസ്റ്റ് ഒരു 180 to 200, അല്ലെങ്കിൽ ഏറ്റവും വലിയ സൈസ് ഫുൾ ഓപ്പൺ ചെയ്തേക്കുന്നതാണെങ്കിൽ ഒരു 280 വരെ വരും. നമ്മളതിലൊരു 220, 230, 250 ആ റേഞ്ചിൽ ട്രാക്ക് ചെയ്യാനിടും ചിക്കൻ ബ്രസ്റ്റ് കുക്ക്ഡെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ബാർബിക്യൂ ഒക്കെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. മൈനസും കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് കണ്ണടച്ച് വിടും. ബൾക്കിങ് ആയതുകൊണ്ട് സീനില്ല. ഒത്തിരി ഓവറായിട്ട് കാലറീസ് കയറി ഫാറ്റ് വരുന്ന രീതിയിൽ എന്നും ഡെയിലി ചെയ്യായിരുന്നാൽ മതി. അതുപോലെ പിള്ളേരെ 3 പിള്ളേരെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ മൂന്നാമത്തെ പിള്ളേരെ കൂടെ കാണിച്ചേക്കാം. ഫോൺ ലിങ്ങിങ്. അപ്പോൾ 3 പിള്ളേർ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ മമ്മിക്ക് വട്ടവട ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം അത് വട്ടയടയായി, പിന്നെ ഞാൻ വട്ടയിൽ പോകണമെന്നല്ലേ, വട്ടയിൽ പോകണം, പിന്നെ അത് വട്ടവടയായി. അങ്ങനെ നമ്മളിപ്പോൾ വട്ടവട പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇന്ന് ജിമ്മ് ബുക്ക് ചെയ്താൽ നാളെ രാവിലെ ഇവനെ വിളിപ്പിച്ചുകൊണ്ട് പോകണം ജിമ്മിൽ പോകാൻ. മിന്നിക്ക് ഞാൻ എൻ്റെ ഉറക്കമെല്ലാം തീരുമാനമാവുന്നു. ആദ്യത്തെ ദിവസമായിട്ട് ലെഗ് ഡേ കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കുറേ കാലം കേട്ടോ ചെയ്തിട്ട്. നമുക്ക് അങ്ങോട്ട് വണ്ടി ഓടിക്കാം. ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട് നോയിസ്. നമുക്ക് ആദ്യം ഇവിടെ പറയാനുള്ളത്, ഇത് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് പീസ്. ഇത് അപ്രോക്സിമേറ്റ്ലി 280 grams കാണും. കുക്ക്ഡ് വെയിറ്റ് 250 നമുക്ക് അങ്ങ് ഇടാം. ഇത് റൊമാലി റൊട്ടി ഞാൻ ഇതുവരെ ആടിയില്ല, നേരത്തെ പറഞ്ഞ പോലെ. സാലഡൊക്കെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇത് മയണൈസിന് എന്നാന്ന് അറിയത്തില്ല, ഇവിടെ ഒരു പ്രോപ്പർ മയണൈസും ഉണ്ട്. സോ നമ്മൾ പ്രസൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ഞാൻ ആപ്ലിക്കേഷനിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാക്കിംഗ് ആപ്ലിക്കേഷനിൽ ചെല്ലുന്നു. ഓ നെറ്റ് ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇടാം, ഒരു അഡ്വാൻസ് ചെറുതായിട്ടുണ്ട് വരും. ഓക്കെ. അപ്പം നമ്മുടെ ലഞ്ചിൽ നമുക്കിപ്പം റൊമാലി റൊട്ടി എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. റൊമാലി റൊട്ടി ഉണ്ട്. നമുക്കിതിൽ 2 റൊട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ 2 റൊട്ടി നിന്ന് ഇടും. കാരണം പുറത്തൊന്നും നമ്മൾ കഴിക്കാതെ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നില്ല. പിന്നുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ഫുഡ്. ഇതുണ്ടോ, ഇതിപ്പോൾ നമുക്കൊരു 250 പിടിക്കാം, വേണ്ട 220 പിടിക്കാം. ഇങ്ങനെ നമുക്കൊരു എസ്റ്റിമേഷനാണ്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ചിക്കൻ്റെ ഒരു റേഞ്ച് വെച്ച് നമ്മൾ എസ്റ്റിമേഷനിൽ പോവുക. അപ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് 753 കാലറി, 48 gram കാർബ്, 75 gram പ്രോട്ടീന്, 26 gram ഫാറ്റ്. ഇനി ഇതിൽ മയണൈസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാറ്റ് വരും. പക്ഷേ ഞാനത് ഇപ്പോൾ ഒത്തിരി ആഡില്ല, കാരണം ഒത്തിരി മയണൈസ് ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുകയാണ്. സോ ഇത് നോക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ ഓൾറെഡി കഴിച്ചത് 1600 സംതിങ് ഞാൻ കഴിച്ചു. ഇനി എനിക്ക് 1800 ഇനിയും മിച്ചമുണ്ട്. അതിൽ ഈ പ്രോട്ടീൻ കിടക്കുന്ന 133 കിടക്കുന്നില്ല, 213 ടോട്ടൽ കിടക്കുന്നത്. പക്ഷേ 201 ഞാൻ കഴിക്കുന്നില്ല. 180 ഹിറ്റ് ചെയ്താൽ ഓക്കെ. കാർബാണ് ഇനി മെയിനായിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇനി പ്രീ വർക്കൗട്ടായിട്ട് വലിയൊരു കാർബ് മീലും കഴിക്കണം സമയമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബനാന വല്ലതും കഴിച്ചിട്ട് പോകും. ആ ബനാന ആഡ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ഡേ നമ്മളിങ്ങനെ അങ്ങ് പോകും. ജിമ്മിൽ പോകണം. പുതിയ ജിമ്മിലെ രജിസ്ട്രേഷനിൽ ഞാൻ കാണിച്ചു തരാം. അത് വിക്ടറി ആയല്ല. അവിടെ പിന്നെ ഉണ്ടല്ലോ, അതിനകത്ത് ആക്റ്റീവ് ട്രാക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ചുമ്മാ ജോയിസ്റ്റിക്ക് ഒന്ന് നിൽക്കിയാൽ മതി. അത് ചിലപ്പോൾ നിന്നെ ഇപ്പം പെട്ടെന്ന് ആക്ടിവേറ്റ് ആകത്തില്ലേ, അപ്പം ചുമ്മാ ഒന്ന് ആ ജോയിസ്റ്റിക്ക് ഒന്ന് നീക്കിയാൽ ട്രാക്ക് ഓഫ് ആവും. ഇല്ലെങ്കിൽ നിന്നെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല, ട്രാക്ക് പെട്ടെന്ന് നിനക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആളെ എവിടെയാണ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി സ്ക്രീനിൽ. ഈ ഒരു എക്സ്റ്റൻഷൻ കേബിൾ എനിക്ക് മേടിക്കണമായിരുന്നു. കാരണം അവിടുത്തെ മിക്ക സാധനങ്ങളും മറ്റേ യൂണിവേഴ്സൽ പ്ലഗ് ആയിരുന്നു. അതുകൊണ്ട് യൂണിവേഴ്സൽ പ്ലഗുള്ള എക്സ്റ്റൻഷൻ കേബിളും മേടിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ ഈ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാൻ നേരം നമുക്ക് മറ്റേ വെയിങ് സ്കെയിൽ വേണം. വെയിങ് സ്കെയിലും ബോഡി വെയിറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ബാറ്ററി വേണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ എയർപോർട്ടിൽ വെച്ച് അവർ അത് ഊരി കളഞ്ഞായിരുന്നു. സോ ഇവിടെ ഞാനതിങ്ങ് കൊണ്ടുവന്നു. ഇവിടെ പറഞ്ഞാൽ ഇരിപ്പുണ്ടായിരുന്നു, അതെനിക്ക് അറിയത്തില്ല, ഇല്ലെങ്കിൽ കൊണ്ടുവരത്തില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ബോഡി വെയിറ്റ് ഇരിക്കുന്ന സ്കെയിൽ ഞാൻ ഡെയിലി മെഷർ ചെയ്യും, ട്രാക്ക് ചെയ്യും. പിന്നെ മറ്റേതെന്ന് പറയുന്നത് ഫുഡ് വെയിങ് സ്കെയിൽ. അപ്പോൾ രണ്ടിനുള്ള ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. ജിമ്മിലോട്ട് പോകാം. പുതിയൊരു ജിമ്മ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളെല്ലാം കൂടി സെറ്റ് ചെയ്യണം. ക്യാമറയുടെ മൈക്കും കൂടെ ചാർജ് ചെയ്യാനുണ്ട്. ക്യാമറയുടെ മൈക്കിന് ഇപ്പോൾ ചാർജ് ഇല്ലായിരുന്നു നോക്കിയപ്പം. അതുകൊണ്ട് അത് പവർ ബാങ്കിൽ കുത്തി വെച്ചുകൊണ്ട് പോകാം. അല്ലാതെ ഇനി വെച്ച് ചാർജ് ചെയ്യാനുള്ള സമയമില്ല. ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. അധികം താമസിക്കാതെ ഫ്രെയിമിൽ ചാടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പയ്യെ ജിമ്മിലോട്ട് ഇറങ്ങാം. നമ്മൾ പോണ മുന്നേ അവിടെ എന്തൊക്കെ കുറേ പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നല്ല ചൂട് എടുക്കുന്നുണ്ട്. ലൈക്ക് മേ ബി ഇത്രയും ചൂട് ഇവിടെ ഉള്ളത് നോർമലായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് വന്നതിൻ്റെ ട്രാൻസിഷനായി മാറുന്നതിൻ്റെ ആ ഒരു തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് വന്നതിൻ്റെ ആ ഒരു വ്യത്യാസമായിരിക്കണം. എനിവേ നമ്മൾ ഇതാണ് ഇടുന്നത്. ഈ
സ്ലീവ്ലെസ് ഈ വെസ്റ്റാണ് ഇടാൻ പോകുന്നത്. പമ്പ് കവറിട്ടൊന്നും ആവശ്യമില്ല, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ. മൈക്ക് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മൈക്ക് യൂസ് ചെയ്തു. ഇപ്പോൾ DJI Osmo Pocket 3 അതിൻ്റെ ക്രിയേറ്റർ കോംബോയിലെ മൈക്കുണ്ട്, ഓണാണല്ലോ അല്ലേ, ആ മൈക്കാണ് അതിൽ യൂസ് ആകുന്നത്. പിന്നെ മറ്റേ ക്യാമറ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞാൻ മറ്റേ ഡെയിലി വ്ലോഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇതിലാണ് റെക്കോർഡ് ചെയ്ത് ഞാൻ സൗണ്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വീട്ടിൽ ഇരുന്ന് 2 മൈക്കുണ്ട്, അതിൽ ഒരെണ്ണം ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇത് ഈ മൈക്ക്, അപ്പോൾ ഇതിപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വരെ ചെല്ലുന്ന സമയം കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതെടുക്കണം. പിന്നെ ഈ ഫോൺ കണക്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ നോക്കണം. ഐഫോണിലെ ഫോട്ടോസ് ഇച്ചിരി കൂടി എനിക്ക് ലൈറ്റ് റൂമിൽ എഡിറ്റിംഗിന് ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടിലും എടുത്ത് നോക്കണം, ക്യാമറയിൽ എടുത്ത് നോക്കണം. പിന്നെ ട്രൈപോഡ്, നമ്മുടെ വലിയ മൈക്ക് എടുക്കുന്നില്ല, ബാക്കിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോയതുകൊണ്ട് അവൻ തിരിച്ച് വന്നിട്ട് ഈ സാധനം എല്ലാം അകത്ത് കയറ്റി വി ആർ ഓഫ് ടു ജിം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ ജിമ്മ് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ ഡ്രൈവർ ഗാബിയാണ്. അതെ, ഞാൻ ഡ്രൈവർ. യെസ്. അപ്പോൾ പുള്ളി വന്നാൽ പിന്നെ എനിക്കൊരു ആശ്വാസമുണ്ട്, വണ്ടി എടുക്കേണ്ട കാര്യമില്ല, പുള്ളി ഓടിച്ചോളും. ഇല്ല, ഞാൻ ഓടിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി തൊട്ട് ഒഫീഷ്യൽ ഡ്രൈവർ ഇവനാ, ഞാൻ തൊടുകയല്ല. അതൊന്നും പറ്റില്ല, കുഴപ്പമില്ല. 21 കിലോമീറ്റർ വില കണ്ടല്ലോ, അത് മതി, അതൊക്കെ മതി. അപ്പോൾ നമുക്ക് ജിമ്മിലെത്തുമ്പം കാണാം. നമ്മുടെ ലൊക്കേഷനിൽ നമ്മളെത്തി. ആ കാണുന്നതാണ്. ഇനി വേറെ കാര്യമുണ്ട്, ജിമ്മിലിടാൻ വേറെ ഷൂസായിട്ട് ഞാൻ എടുത്തത്. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അവിടെ കുറച്ച് ഷൂസൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ ഒരു ജിമ്മിലിടാൻ വേറെ ഷൂസ് തന്നെ കൊണ്ടുവരണമായിരിക്കും. നോക്കാനാണ്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. സോ വെയിറ്റ്, ഐ വിൽ ഷോ യു സംതിങ്. ഉണ്ട് ഇത് ഹെൽത്തി സേഫ് സ്റ്റീം ബാത്ത് ലേഡി ട്രെയിനർ. അയ്യോ, ഇതൊന്നും വീഡിയോക്കകത്ത് കണ്ട് ആരും ഇതൊന്നും അയച്ചു കൊടുക്കല്ലേടി. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇതേതാ സ്ഥലം, ഏതാ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്നെ? ആനക്കല്ലിന് കുറച്ച് അപ്പുറത്താണ്. കറക്റ്റ് സ്ഥലം പറയാൻ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. 1-ാം മൈൽ കഴിഞ്ഞ് കുറച്ച് മുന്നേ. അപ്പോൾ ശരി, എന്നാൽ നമ്മൾ മേലോട്ട് കയറട്ടെ. നമ്മൾ കുറച്ച് തിരക്കേ കാണുള്ളൂ എന്ന് ഓർത്ത് ചാടി കയറി വന്നാൽ കേട്ടോ. അതുകൊണ്ടോ ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം. പാർക്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, എടുത്തുകൊണ്ട് പോവുക. എന്തുവാടാ ലെതർ ബെൽറ്റ് കടയോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സിൻ്റെ പുഷ് ഡൗൺ ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കിത് വേണമെങ്കിൽ എനിക്ക് ഹെവി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജോയിൻസ് എനിക്ക് പെട്ടെന്ന് സീൻ ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബോഡി ഒരുപോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് അത്ര ഹെവി പോയാലും എനിക്ക് പെട്ടെന്ന് ബാക്കി മസിൽസ് എല്ലാം ഓവർടേക്ക് ചെയ്യും, ജോയിൻസും പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ മാക്സിമം വെയിറ്റ് കുറച്ച്, പക്ഷേ കൺട്രോൾഡായിട്ട് ട്രൈസെപ്സ് മസിൽസ് മാത്രം വെച്ച് പുഷ് ചെയ്ത് നല്ല പമ്പ് അതി കയറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഗ്രാജുവലി ഞങ്ങൾ പയ്യെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ വാമപ്പ് സെറ്റ്, അതുകൊണ്ടാണ് അവൻ പയ്യെ കൺട്രോൾ ചെയ്ത്. 2 സെറ്റ് നമുക്ക് വാമപ്പുണ്ട്. അഞ്ച് കൊള്ളാം. ഒത്തിരി ഷോൾഡർ യൂസ് ചെയ്യല്ലേ. പോട്ടെ 6. ഒത്തിരി സൈഡിലോട്ട് പോകണ്ട, ഒരു 45 നിൽക്കട്ടെ. അത് ഒരു ചെറിയ പോസ് കൊടുക്കേ. 1 2 3 പോസ് പുഷ്. അത് ഫുള്ള് കൈ നൂർത്താൻ വേണ്ട, മേളിലോട്ടെ എൽബോ സീനാവും ഒരു പോയി കഴിഞ്ഞാൽ. ഇത്ര വന്നാൽ മതി. ഇല്ല, വീണ അവിടെ നിൽക്കി, ഞാൻ പയ്യെ വരാം. എൻ്റെ ആംഗിളൊന്ന് ശരിയാക്കിയിട്ട് വരാം. പയ്യെ നെറ്റിയിലോട്ട് വെച്ച് നിന്നോ, ഞാൻ ഓടി വരും. നീ കിടക്കുമ്പോഴേ നെറ്റി അടി വെച്ച് കിടക്കുക, അതിൻ്റെ അടി വന്ന് കിടക്കുക. അല്ല, കുറച്ച് നേരം ഇറങ്ങി കിടക്കടാ, കുറച്ച് നേരം ഇറങ്ങി കിടക്കുക. അങ്ങനെ അത് അങ്ങനെ കിടക്കുക, അങ്ങനെ കിടക്കുക. അത് വേണം. അത് തന്നെ.
അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഡംബൽ സ്കൾ ക്രഷർ. പക്ഷേ ഇതിൽ നമുക്ക് ഒത്തിരി ഹെവി വെയിറ്റ്, നേരത്തെ പറഞ്ഞ കഴിഞ്ഞാൽ ഒത്തിരി ഹെവി വെയിറ്റ് പോകുന്നുള്ളതല്ല. ഒത്തിരി ഹെവി പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി മസിൽസ് എല്ലാം റിക്രൂട്ട് ചെയ്യും. നമുക്കിപ്പോൾ ട്രൈസെപ്സ് മാത്രമാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംബൽ സ്കൾ ക്രഷർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു പോയിൻ്റ് വരെ കിടന്നിട്ട്, ബാക്കി അവൻ്റെ ക്യാമറ വർക്ക് പോലെ ഇരിക്കും, ഒരു പോയിൻ്റ് വരെ കിടന്നിട്ട് ബാക്കിലോട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഷോൾഡറെ കൊണ്ട് വെക്കും. ലൈക്ക് ഇവിടെ നമ്മളിങ്ങനെ തറയിൽ ഇവിടെ കൊണ്ട് വെക്കത്തില്ല, പക്ഷേ നമ്മുടെ ഷോൾഡറെ ടച്ച് ചെയ്യുന്ന ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. അപ്പം ഇതിങ്ങനെ അടുത്തായിരിക്കത്തില്ല, ഇതിങ്ങനെ ഒരു നോർമൽ പേസിൽ എൻ്റെ കൈയുടെ എനിക്ക് പ്രിഫറബിളി എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആംഗിൾ ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പിന്നെ കൈ പിന്നെ അനക്കരുത്. അതായത് ചിലർ ചെയ്യുന്നത് ചെയ്ത് പൊക്കുന്നതനുസരിച്ച് എൽബോ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സോ ബട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടുന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് മാത്രം ഒരു കയറുമ്പോൾ മാത്രം ഇത് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് തന്നെ തിരിച്ച് ബാക്കിലോട്ടും. അപ്പോൾ ഇത് തന്നെ ഡംബൽ സ്കൾ ക്രഷർ. സോ ഇതാണ് സംഭവം. ഒരു 3 seconds ബാക്കിലോട്ട് ഒരു 1 2 3 ടച്ച് ചെയ്തു, പുഷ് 1 2 3. എടാ അത് വരെ 1 2 3 4 1 2 3 തളം തിരി മതിയുടെ അത്രേ ഉള്ളൂ വരെ. ഉണ്ടോ? എവരി ബിഗിനർ സ്റ്റാർട്ടഡ് സംവെയർ, അല്ല എവരി ലെജൻഡ് സ്റ്റാർട്ടഡ് സംവെയർ, അങ്ങനെയൊക്കെ പറയാം. നീ സംസാരിക്കുന്നുണ്ട് നിൻ്റെ പകുതി എനർജി പോകുന്നു. അത് ശരി. അല്ല നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു, അവൻ്റെ ബൈസെപ്സ് കണ്ടോ? അപ്പം പല നാളുകളായിട്ട് ഇവൻ വെയ്റ്റ് ട്രെയിനിങ്ങേ ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ്റെ ബൈസെപ്സ് കണ്ടോ? 1 ഈസ് അവർ ജെനറ്റിക്സ്, ബട്ട് ദ സെക്കൻഡ് തിങ് ഈസ് അവൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മസിൽ ഡെൻസിറ്റി ഇപ്പോഴും അവന് കിടപ്പുണ്ട്. അതും ഹോം വർക്കൗട്ട് ആയിരുന്നല്ലോ, ആലോചിക്കണം. ജിമ്മിലൊന്നും പോയി ചെയ്തൊന്നുമല്ല. സോ വി ആർ ഡൺ വിത്ത് അവർ സെഷൻ ഫോർ ദ ഡേ. ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ലെഗ് ഡേ ആണ്. പക്ഷേ നാളെ നമ്മൾ ഫാമിലി ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേരെല്ലാം ഒരുമിച്ച് കണ്ട ഒരു ആവേശത്തിന് നമ്മളെല്ലാം വട്ടപ്പടയിൽ പോവാണ്. അതുകൊണ്ട് ഇപ്പോഴേ ലെഗ് ഡേ അടിച്ച് കഴിഞ്ഞാൽ നാളെ ഒരു തീരുമാനമാകും. അവിടെ തൽക്കാലം നമ്മൾ ആംസ് അടിച്ചു, എന്നിട്ട് വട്ടപ്പടയം തിരിച്ച് വരുമ്പോൾ നമ്മൾ ലെഗ് അടിക്കുന്നതായിരിക്കും. ഇവൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് ശരിയാക്കണം. അത് നമ്മൾ ഇച്ചിരിയും കൂടി ഡീപ്പായിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്നതായിരിക്കും, ലൈക്ക് നോൺ സ്റ്റോപ്പ്. അപ്പം നമുക്ക് ഇച്ചിരിയും കൂടി ക്ലാസ് അത് അവനിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം. കുറച്ചും കൂടെ കാലറീസ് ഫില്ല് ചെയ്യാനുണ്ട്. അതെങ്ങനെയൊക്കെ രണ്ട് മീൽസും കൂടെ എല്ലാം കഴിച്ചാലേ ഫില്ലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. തൽക്കാലം ഇത്ര മതി. ഇപ്പം തന്നെ വ്ളോഗ് വലുതായിരിക്കും. ബൈ ബൈ. ഒരു മിനിറ്റ്. ടാറ്റാ. ടാറ്റാ, ബൈ ബൈ.